തൃശൂർ കോടാലിയിൽ വീട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന അനോഷ് ആശുപത്രി വിട്ടു. എല്ലാ സാറുമാരും നേഴ്സുമാരും എല്ലാവരും പറഞ്ഞ് സ്വന്തം മക്കളെ പോലെ എന്താ പറയുക, സ്വന്തം മക്കളെ പോലെ അവിടെ പരിചരിച്ച് എന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഒരു മോൻ പോയി, അവനെ എനിക്ക് രക്ഷപ്പെടുത്താനൊക്കെ പറഞ്ഞു. അവരൊക്കെ ദൈവത്തിനെ പോലെ ഒരു നോക്കി. ഇപ്പോൾ സിസ്റ്റർമാരായാലും അവിടെ ഒരു സിസ്റ്റർ അവരെ വേണ്ടിയിട്ട് പാല് പോലും അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത് അവരെ നോക്കി അത്രയും കെയർ ചെയ്ത് എന്താ പറയുക, തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചതാണ്. അത്ര പെട്ടെന്ന് അങ്ങനെ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. ഇവരെല്ലാവരും സാർമാരൊക്കെ പേര് എന്താ പറയുക, അതുപോലെ ഒന്നും പറയാനില്ല. ഈ ചേച്ചിമാരൊക്കെ ഇഷ്ടമാണോ? അവർക്ക് നമുക്കൊരു ഉണ്ട്, പഠിച്ച് മിടുക്കലായിട്ട് വന്നിട്ട് കേട്ടോ, പഠിച്ച് മിടുക്കലായിട്ട് വരണം. എന്താണ് ആഗ്രഹം? ഫുട്ബോളറാണോ? ഫുട്ബോളറാണെന്നാണ് ആഗ്രഹം. ചേച്ചിമാരെ കൂടെ ഫുട്ബോൾ ഫാൻ ആക്കിയിട്ടുണ്ടാവും. ഏറ്റവും ഇഷ്ടമുള്ള ടീം ഏതാ ഇഷ്ടം? അർജന്റീന. മെസ്സി. അതനെയൊന്നുമില്ല, വേദനത്തൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ടാറ്റ. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ഇപ്പോൾ സ്ക്രീനിൽ അനോഷിൻ്റെ നിറഞ്ഞ പുഞ്ചിരിയാണ് കാണുന്നത്. എല്ലാ ദുഃഖങ്ങളെയും മായ്ച്ചു കളയാൻ ആ ചിരിക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. എത്രത്തോളം സങ്കീർണമായൊരു വഴിയിലൂടെയാണ് അനോഷ് ഇപ്പോൾ കടന്നു വന്നത്? ശ്രീജ, അനോഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊതുജീവിതമാണ്. കാരണം ഇത്രയും ദിവസം അധ്യാപന നിലയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നതാണ്. അവിടെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ പരിചരണത്തിൽ മികച്ച ഒരു ട്രീറ്റ്മെന്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അനോഷ് ഇപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു. ഇപ്പോൾ അനോഷിന്റെ മുഖത്ത് ചിരിയും കളിയും ഒക്കെയുണ്ട്. എല്ലാവർക്കും നന്ദിയാണ് അനോഷ് പറഞ്ഞത്. തുടർന്ന് ഡോക്ടർമാരും അനോഷിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഇവിടെ എത്തിച്ചപ്പോൾ അത്യന്തം സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനോഷിനെ അലട്ടിയിരുന്നു. 15-അംഗ വിദഗ്ധ മെഡിക്കൽ ടീം ജീവൻ നിലനിർത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ച സ്ഥിതിയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്ററും എക്മോ, ആന്റി സ്നേക് വെനം, ബ്രോങ്കോസ്കോപ്പി തുടങ്ങിയ ലൈഫ് സേവിംഗ് സംവിധാനങ്ങളിലൂടെ ആണ് ഈ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. പിന്നെ ആദ്യം സ്വകാര്യ ആശുപത്രി എത്തിച്ചപ്പോൾ ആ ട്യൂബ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നം, അതും ഈ നിലവിലുള്ള ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്പം സങ്കീർണമാക്കി. കാരണം ആ ട്യൂബുമായി ബന്ധപ്പെട്ട് അത് ഈ ശ്വാസനാളം കടന്ന അന്നനാളത്തിന്റെ അവിടേക്ക് വരെ എത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത് പാമ്പുകടിയേറ്റാണെന്ന് അറിയുന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ആ ട്യൂബിട്ട നടപടിയിൽ അത് വീഴ്ചയൊന്നുമില്ല എന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചത്. എന്തായാലും അതിനുശേഷം ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിച്ചത്. ഒരു ഫുട്ബോൾ പ്രേമിയാണ് ഈ അനോഷ്. അതുകൊണ്ട് തന്നെ അവൻ ഇറങ്ങി വന്നപ്പോൾ ബോളും അതോടൊപ്പം ജേഴ്സിയൊക്കെ കൊടുത്താണ് അവനെ സ്വീകരിച്ചത്, ആ രീതിയിൽ വന്നത്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമാനതകളില്ലാത്ത അവസ്ഥയിലൂടെയാണ് കുടുംബം കടന്നുപോയത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആൽജോ ആ ദിവസം തന്നെ മരണപ്പെട്ടു. ഈ അനോഷും അത്യന്തം സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. എന്തായാലും ഇപ്പൊ അനോഷിന് മടക്കി കിട്ടിയിരിക്കുന്നത്, അനോഷിന്റെ ഒരു പൊതുജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും ആൽജോ നമ്പരമായി തന്നെ അവരുടെ കുടുംബത്തിനും ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അനോഷിന് വേണ്ടി കേരളം ഒന്നടങ്കം വലിയ തോതിലുള്ള പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അനോഷ് ആശുപത്രി വിട്ടിരിക്കുകയാണ്. അങ്കമാലി അറ്റ്ലറ്റ് അപ്പോളോ ആശുപത്രിയിൽ നിന്നാണ് അനോഷ് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് വീട്ടിലേക്ക്. വളരെ ആശ്വാസകരമായൊരു വാർത്തയാണ്. അനൂഷിൻ്റെ മുഖത്തെ ആ പുഞ്ചിരി വലിയ വലിയ സന്തോഷമാണ്. അത്രയേറെ സങ്കീർണമായ അവസ്ഥയിലാണ് അവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ തിരിച്ച ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അനൂഷ് തിരികെ മടങ്ങുകയാണ്.